iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 13ാമത്തെ ചോദ്യം മുതലാണ് ഇത്തവണ പറയാൻ പോകുന്നത്. In which of the following steps of hydrological cycle water is purified? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്, എപ്പോഴാണ് വാട്ടർ പ്യൂരിഫൈ ആവുന്നതെന്നൊക്കെ സ്കൂളിൽ 7, 6, 7, 8 മുതൽ പഠിച്ചിട്ടുള്ളതാണ്. നോക്കിയേ, ആ ലെവൽ ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇവാപ്പറേഷൻ, ട്രാൻസ്പിരേഷൻ. ഈ 4 കാര്യങ്ങൾ എന്താണെന്നും നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരല്പം ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് സ്റ്റെപ്പിലാണ് വാട്ടർ പ്യൂരിഫൈ ആവുന്നത് എന്നുള്ളത്. കണ്ടൻസേഷൻ എന്താണ്, പ്രസിപ്പിറ്റേഷൻ എന്താണ്, ഇവാപ്പറേഷൻ എന്താണ്, ട്രാൻസ്പിരേഷൻ എന്താണ്. ഇവാപ്പറേഷൻ നമുക്കറിയാം, സൂര്യപ്രകാശം വന്ന് ഭവിക്കുമ്പോഴത്തേക്കും എർത്ത് സർഫസിലുള്ള ഓഷ്യൻസ്, ലേക്സ്, അതുപോലെ വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ എന്ത് ഇവാപ്പറേറ്റ് ചെയ്യും? വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യും, നീരാവിയായിട്ട് ഇവാപ്പറേറ്റ് ചെയ്യും. സൂര്യൻ്റെ ലൈറ്റ് വന്ന് അടിക്കുമ്പോഴത്തേക്കും ഇവാപ്പറേഷൻ ചെയ്യും. മലിനമായ വെള്ളത്തിൽ നിന്ന് വരെ ഇവാപ്പറേഷൻ സംഭവിക്കും. ഇവാപ്പറേറ്റ് ചെയ്യും, നീരാവിയായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. എങ്ങോട്ട് പോകും? അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. when that നീരാവി rises, it gets cold and condensation happens. അതായത് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിലേക്ക് ആ നീരാവി മാറി ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യും. ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്ത് ആ ക്ലൗഡ്സിന് നിൽക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കാണ് പ്രസിപ്പിറ്റേഷൻ ആയിട്ട് അത് ഭൂമിയിലേക്ക് പതിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം അപ്പോൾ ഉണ്ടാകുന്നത് ഇവാപ്പറേഷൻ ആണ്. ട്രാൻസ്പിരേഷൻ എന്താണ്? പ്ലാന്റ്സിന്റെ ലീവ്സിൽ നിന്ന് ട്രാൻസ്പിരേഷൻ സംഭവിക്കും. അതിനാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പിരേഷൻ നീരാവിയായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതിന് ട്രാൻസ്പിരേഷൻ. പ്ലാന്റ്സിന്റെ ലീവ്സിൽ നിന്ന് സംഭവിക്കുന്നതാണ് ട്രാൻസ്പിരേഷൻ. ഇവാപ്പറേഷൻ ആണ് സൂര്യരശ്മികൾ വന്ന് പതിക്കുമ്പോൾ എർത്ത് സർഫസിൽ നിന്ന് നീരാവിയായിട്ട് പൊങ്ങുന്നതിനെ പറയുന്നത്. കണ്ടൻസേഷൻ, അത് കഴിഞ്ഞ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ക്ലൗഡ്സിൽ നിന്ന് അത് ഫോം ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ ബൾക്കായിട്ട് നിന്ന് അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാവുമ്പോഴത്തേക്കും മഴയായി, പ്രസിപ്പിറ്റേഷനായി ഭൂമിയിലേക്ക് പതിക്കും. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് സൈക്കിളിൽ വെച്ചിട്ടാണ് വാട്ടർ പ്യൂരിഫൈ ആവുന്നത്? ഇവാപ്പറേഷൻ അല്ലേ? നീരാവിയായിട്ട് പൊങ്ങുമ്പോൾ തന്നെ, മലിനമായ വെള്ളത്തിൽ നിന്ന് വരെ നീരാവിയായിട്ട് പൊങ്ങുമ്പോൾ തന്നെ അത് പ്യൂരിഫൈ ആയി കഴിഞ്ഞു, പ്യൂരിഫൈഡ് ആയി. Purification happens when water evaporates, a process called distillation, because only the water turns into vapor, leaving impurities like minerals and dirt behind. This is not a complete purification process, as the evaporated water vapor must then be condensed back into liquid form to be collected as purified water. എന്നുള്ളതും ഓർത്തിരിക്കുക. Purifying water by first evaporating it and then condensing the steam is called distillation. This process separates water from impurities like salts and minerals which are left behind when the water turns into vapor and then collected as purified liquid water after cooling. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല. നമ്മൾ വളരെ ചെറിയ സ്കൂൾ മുതൽ പഠിക്കുന്നതാണ്. ഇവാപ്പറേഷൻ, ട്രാൻസ്പിരേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലാർജസ്റ്റ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ആക്സസ് ടൈം? മെമ്മറി ആക്സസ് ടൈമിന് എന്താണ്? കറക്റ്റ് സീക്വൻസിൽ എഴുതാനാണ്. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. മെമ്മറി ആക്സസ് ടൈമിനെ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റിലേക്ക് എഴുതാനായിട്ടാണ്. അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ട്? മില്ലി സെക്കൻഡ്, പിക്കോ സെക്കൻഡ്, നാനോ സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, സെക്കൻഡ്. നമുക്ക് ലാർജസ്റ്റ് ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. സ്മോളസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പം ഇങ്ങനെയുള്ള ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ കുറച്ച് ഉഡായിപ്പുകൾ പഠിച്ചിരിക്കണം. അതായത് ആദ്യം വരുന്നതും അവസാനം വരുന്നതും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ചോദ്യം നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പം ക്രോണോളജിക്കലി എപ്പോഴും ഫേസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു രീതിയിലായിരിക്കണം. ആദ്യം ഏത് വരും എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഓപ്ഷനെങ്കിലും മിക്കവാറും സിനാരിയോയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ അവസാനം ഏത് വരും എന്ന് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചിലപ്പോൾ പിന്നെയും ചില കാര്യങ്ങളും കൂടെ അറേഞ്ച് ചെയ്താൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ആദ്യം സെക്കൻഡ് വരുമെന്ന് നമുക്കറിയാം. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും ഇ ആണ് വരുന്നത്. എല്ലായിടത്തും ഇ തന്നെയാണ്. ഓപ്ഷനിൽ സെക്കൻഡ് തന്നെയാണ്. പിന്നെ ഏത് വരും? മില്ലി വരുവോ മൈക്രോ വരുവോ എന്നുള്ളതാണ് ചോദ്യം. അത് കഴിഞ്ഞ് നാനോ വരുവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഈ കഴിഞ്ഞ് മില്ലി സെക്കൻഡ് അല്ലേ വരിക? മില്ലി സെക്കൻഡ് കഴിഞ്ഞല്ലേ മൈക്രോ സെക്കൻഡ് ആവുന്നത്? മൈക്രോ സെക്കൻഡ് കഴിഞ്ഞല്ലേ നാനോ സെക്കൻഡ് ആവുന്നത്? നാനോ സെക്കൻഡ് കഴിഞ്ഞാണ് പിക്കോ സെക്കൻഡ് ആവുന്നത്. നാനോ സെക്കൻഡ് വരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിക്കോ സെക്കൻഡും കൂടെ ഉണ്ട്. അപ്പം കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാ വരിക? ഇ കഴിഞ്ഞ് എ കഴിഞ്ഞ് ഡി കഴിഞ്ഞ് സി ബി ആണ് അവസാനം എന്ന് അറിഞ്ഞാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ? ആദ്യം സെക്കൻഡേ വരുള്ളൂ. ലാസ്റ്റ് നാനോ സെക്കൻഡ് കഴിഞ്ഞാണ് പിക്കോ സെക്കൻഡ് എന്ന് അറിഞ്ഞാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താമല്ലോ. സി ബി കഴിഞ്ഞിട്ട് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സി കഴിഞ്ഞാൽ ബി ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. മൂന്നാമത്തെ ഓപ്ഷനാണ്. അപ്പം ലാസ്റ്റ് ഓപ്ഷനും അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം. ഏറ്റവും ലാസ്റ്റ് നാനോ സെക്കൻഡ് ആണ്. നാനോ സെക്കൻഡ് കഴിഞ്ഞ് ഒരു സെക്കൻഡും കൂടെ ഉണ്ട്, വളരെ അതിൻ്റെ 1000 ടൈംസ് സ്മോളർ ആയിട്ടുള്ള സെക്കൻഡാണ് പീക്കോ സെക്കൻഡ്. അതായത് ഒരു പീക്കോ സെക്കൻഡിനേക്കാൾ 1000 മടങ്ങ് കൂടുതലാണ് നാനോ സെക്കൻഡ്. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ പോലും നമുക്ക് ഉത്തരം ശരിയാക്കാൻ പറ്റും. അപ്പോൾ ക്രോണോളജിക്കലി ഓർഡറൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് കൃത്യമായിട്ട് നല്ല കൂൾ ഹെഡഡ് ആയിട്ട് ചോദ്യം വായിച്ചാൽ തന്നെ അറിയില്ലെങ്കിൽ പോലും ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. EADCB ആണ് ഉത്തരം. അടുത്ത ചോദ്യം മീൻ റിസർച്ചിലെ ചോദ്യമാണ്. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡിഫറെന്റ് ഡേറ്റാ സെറ്റ്സ് ആർ ഗിവൺ ഇൻ A to D below. Compute the coefficient of variation of each data set and arrange in ascending order. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടതിന് ശേഷം ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം എഴുതാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും. എങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടെത്തുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, മീൻ എം കൊണ്ടാണ് ഇൻറ്റു 100. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനെ കാണുന്നത് എസ് ബൈ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എം ബൈ ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്കും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടും. അപ്പം എങ്ങനെയാണ് ആദ്യത്തെ കാണുക? ആ ഇക്വേഷൻ വെച്ചിട്ട് എസ് ബൈ എം ഇൻറ്റു 100 14/60 ഇൻറ്റു 100. രണ്ടാമത്തതോ 16/70 ഇൻറ്റു 100. മൂന്നാമത്തതോ 5/80 ഇൻറ്റു 100. അടുത്തതോ 4/90 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ എഴുതി. ഇതിനകത്തിന് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യണം. ഏറ്റവും ചെറുത് ഏതാണെന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? നമുക്കൊരു അടിസ്ഥാന തത്വം അറിയാം. എന്താണ്? ഡിനോമിനേറ്റർ കുറവാണെങ്കിൽ സംഖ്യ വലുതായിരിക്കും, ഡിനോമിനേറ്റർ കൂടുതലാണെങ്കിൽ സംഖ്യ ചെറുതായിരിക്കും. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ 2/5 ആണോ വലുത് അല്ലെങ്കിൽ 2/10 ആണോ വലുത്? 2/5 അല്ലേ?
ഡിനോമിനേറ്റർ കുറയുമ്പം സംഖ്യ കൂടും, ഡിനോമിനേറ്റർ കൂടുമ്പം സംഖ്യ കുറയും. അപ്പം ഡിനോമിനേറ്റർ ഏറ്റവും വലുത് ഏതിനാണ്? നമുക്കിതൊന്നും ചെയ്യാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് പറയുന്നത്. കാരണം ന്യൂമറേറ്റർ ഏകദേശം അടുത്ത എല്ലാത്തിൻ്റെയും 14, 16 കുറച്ച് കൂടുതലാണ്, എന്നാലും 5, 4 എന്നൊക്കെ പറയുമ്പോൾ അടുത്താണ്. എത്ര ചെയ്താലും ഡിനോമിനേറ്റർ നല്ല വ്യത്യാസമുണ്ട്. 60, 70, 80, 90 കിടക്കണം. അപ്പം ഡിനോമിനേറ്റർ എല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ അല്ല. ന്യൂമറേറ്ററും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ 14 കിടക്കുന്നത്, പക്ഷെ എങ്കിൽ പോലും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. കാരണം ഡിനോമിനേറ്ററിന് നല്ല വ്യത്യാസമുണ്ട് ഇവിടെ. അതുകൊണ്ട് ഡിനോമിനേറ്റർ കൂടുമ്പം സംഖ്യ കൂടും, സംഖ്യ കുറയും, ഡിനോമിനേറ്റർ കുറയുമ്പം സംഖ്യ കൂടും. അപ്പൊ ഡിനോമിനേറ്റർ കുറവുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ സംഖ്യ, ഡിനോമിനേറ്റർ കൂടുതലുള്ളതാണ് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പം ഇത് ഡി ആണ്. ഡി ആണ് ഇവിടെ ഏറ്റവും ചെറുതെന്ന് ഞാൻ പറയും. കാരണം ഡിനോമിനേറ്റർ ഏറ്റവും കൂടുതൽ ഡിക്കാ, ഡി ആണ് ഏറ്റവും ചെറുത്. പിന്നെ ഡിനോമിനേറ്റർ കൂടുതലുള്ളത് സി ആണ്, 80. പിന്നെ ഡിനോമിനേറ്റർ കൂടുതലുള്ളത് ബി ആണ്, ബി 70. പിന്നെ ഡിനോമിനേറ്റർ കൂടുതലുള്ളത് എ ആണ്, എ. പിന്നെ അത് മാത്രമല്ലേ ഉള്ളൂ, ഡി സി ബി എ. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഡി ബി സി എ സി ബി ഡി, സി എ ബി ഡി, സി എ ഡി ബി, ഡി സി ബി എ. ചിലപ്പോൾ അവരൊരു ഓപ്ഷനും കൂടെ തന്നേക്കും, എ ബി സി ഡി എന്നും കൂടെ തരും. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടല്ല, അസെൻഡിങ് ഓർഡർ അല്ല ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണമെങ്കിൽ നമ്മളത് കയറി കുത്തും, ഉത്തരം തെറ്റും. അപ്പം നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അസെൻഡിങ് ഓർഡറിലാണ് ചോദിച്ചിരിക്കുന്നത്, ചെറുതിൽ നിന്ന് മുകളിൽ വലുതിലേക്ക്. നമ്മൾ ചിലപ്പോൾ എഴുതുന്നത് വലുതിൽ നിന്ന് ചെറുതിലേക്കായിരിക്കും. എന്നിട്ട് ഓപ്ഷൻ നോക്കുമ്പോൾ എ ബി സി ഡി കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും, കയറി കുത്തും, ഉത്തരവും തെറ്റും. നേരെ തലതിരിച്ച് ഡി സി ബി എ ആണ്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് എഴുതി ചെയ്യാം നമുക്ക് സമാധാനത്തിന്. 1400/60, 140/6, അങ്ങനെ കൃത്യമായിട്ട് പോയിന്റ് വൈസ് എഴുതി ചെയ്യാം. പക്ഷെ സമയം കൂടുതൽ എടുക്കുക എന്നുള്ള കാരണം കൊണ്ടാണ് അത് നമ്മൾ ചെയ്യാതിരുന്നത്. അതായത് 1400/60 വരും. കാരണം 14 × 100/60 ആയിരുന്നല്ലോ. 0 കളയും. 14 എത്ര 6 ഉണ്ട്, 2, ബാക്കി 2 3, 23 റിക്കർ ചെയ്ത് പോവും. അടുത്തതോ 1600/70, 0 ക്യാൻസൽ, 2, 20 2, പിന്നെ 8, 22.8, പിന്നെയോ 5, ഇങ്ങനെ പോവും. പിന്നെ അടുത്തത്, അപ്പോൾ ഇത്രയും കിട്ടി. പിന്നെ 500/80 വരും. 5 × 100/80, സി, ഓപ്ഷൻ സി. എങ്ങനെ ചെയ്യും? 0 ക്യാൻസൽ. 50 എത്ര 8 ഉണ്ട്? 48. അതായത് 6, 2, 6.2 എന്നും പറഞ്ഞ് പോവും. 6.2, 6.25. പിന്നെ 400/90, അതെങ്ങനെ പോവും? 40 എത്ര 9 ഉണ്ട്? 4 9 ഉണ്ട്. പിന്നെയോ 4, 4.4, പിന്നെയോ അങ്ങനെ പോവും. 4.444 അങ്ങനെ പോവും. അപ്പോൾ ഇതിനകത്ത് അസെൻഡിങ് ഓർഡർ എഴുതാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഏറ്റവും ചെറുത് ഏതാ? ഡി, അത് കഴിഞ്ഞ് സി, അത് കഴിഞ്ഞ് ബി, അത് കഴിഞ്ഞ് എ, അല്ലേ? ഇത്രയും സമയം വേണ്ട. ഡിനോമിനേറ്റർ നോക്കി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണെന്നും ആദ്യമേ നമ്മൾ പറഞ്ഞു. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് പ്യുവർ റെയിൻ വാട്ടർ? പ്യുവർ റെയിൻ വാട്ടറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ട്രൂ? ഇറ്റ് ഈസ് നാച്ചുറലി അസിഡിക്. റെയിൻ വാട്ടർ അസിഡിക് ആണോ? ഇറ്റ് ഈസ് നാച്ചുറലി ബേസിക്. റെയിൻ വാട്ടർ ബേസിക് ആണോ? ഇറ്റ് ഈസ് ന്യൂട്രൽ. ന്യൂട്രൽ ആണല്ലേ. ഇറ്റ്സ് പി എച്ച് വാല്യൂ ഈസ് 7. പി എച്ച് സ്കെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണെന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് കോൾഡ് ആസ് ആസിഡ് റെയിൻ വെൻ പി എച്ച് ബിക്കം ലെസ് ദാൻ 5.6. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ തന്നെ സിമ്പിൾ ആയിരിക്കണമെന്നുണ്ടോ? ഏതൊരാൾക്ക് ഉത്തരം എഴുതാൻ പറ്റിയ ചോദ്യം വരുമോ? ആ ഒരു മുൻവിധിയിൽ നമ്മൾ ഈ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ ഒരു ട്വിസ്റ്റ് ഇവിടെ ഉണ്ട്. ഇറ്റ് ഈസ് നാച്ചുറലി അസിഡിക് ആണ്. റെയിൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നാച്ചുറലി അസിഡിക് ക്യാരക്ടർ ഉള്ളതാണ്. അത് കറക്റ്റായിട്ട്
എന്താ പറയുക, ന്യൂട്രലും അല്ല, അസിഡിക്കും അല്ല, ബേസിക്കും അല്ലാത്തൊരു രീതിയിലല്ല നിൽക്കുന്നത്. കുറച്ച് അസിഡിക് ആണ്. pH സ്കെയിലിൽ അതിൻ്റെ വാല്യൂ 5.6 ആണ്. കുറച്ച് അസിഡിസിറ്റി റെയിൻ വാട്ടറിൽ ഓൾറെഡി ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആയിട്ട് വരുന്നത് കാരണം അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് കുറച്ചത് അസിഡിക് ആണ്, നാച്ചുറലി അസിഡിക് ആണ്, ബേസിക് അല്ല, ന്യൂട്രലും അല്ല, ബിയും സിയും അല്ല. ഇറ്റ്സ് pH വാല്യൂ 7 ആണോ? 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. നാച്ചുറലി അസിഡിക് ആവുമ്പോഴത്തേക്കും അതിന്റെ pH വാല്യൂ ഒരിക്കലും 7 ആവില്ല. അപ്പൊ BCD തെറ്റാണ്. എ ശരിയാണ്. റെയിൻ വാട്ടർ നാച്ചുറലി അസിഡിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബിയും സിയും ഡിയും തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓപ്ഷൻസ് നോക്കിയേ. എ ഉള്ള ഒരേ ഒരു ഓപ്ഷനിലുള്ളൂ AECD, ബി ഉള്ളി CE ഉള്ളി. എ ഉള്ള ഒരേ ഒരു ഓപ്ഷനാണുള്ളത് എയും ഇയും. അതാണോ ഉത്തരം? എ ആൻഡ് ഇ ആണ് ഉത്തരം. ഇറ്റ് ഈസ് കോൾഡ് ആസ് ആസിഡ് റെയിൻ വെൻ pH becomes less than 5.6. 5.6ന് താഴെ വരുമ്പം അത് ആസിഡ് റെയിൻ ആയി മാറും എന്നുള്ളതും ഓർത്തിരിക്കും. അപ്പോൾ പ്യുവർ റെയിൻ വാട്ടർ ഈസ് സ്ലൈറ്റ്ലി ആസിഡിക് വിത്ത് എ pH ഓഫ് അബൌട്ട് 5.6. അപ്പം റെയിൻ വാട്ടറിൻ്റെ pH വാല്യൂ എത്രയാണ്? 5.6. നാച്ചുറലി അസിഡിക് ആണ്. ഇറ്റ് അബ്സോർബ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഫോമിംഗ് വീക്ക് കാർബോണിക് ആസിഡ്. വൈൽ എ pH ഓഫ് 7 ഈസ് ന്യൂട്രൽ. നമുക്കറിയാം pH സ്കെയിലിലെ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. 7 കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പം ബേസിക്കും 7 കഴിഞ്ഞ് പുറകോട്ട് വരുമ്പം അസിഡിക്കും ആണ്. The dissolution of atmospheric carbon dioxide creates a weak acid which makes the pH of clean rainwater lower than 7 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. Identify the stages which may form part of a research proposal outline. Identify the stages which may form part of a research proposal outline. റിസർച്ച് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ചോദ്യം ഉത്തരം എഴുതാൻ പറ്റും. അതിലുപരി നന്നായിട്ട് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളവർക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അറിയാവുന്നവർക്ക്, ഇംഗ്ലീഷ് പത്രം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റിന് വേണ്ടി മാത്രമല്ല ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത്, ലാംഗ്വേജ് ഡെവലപ്പ് ആവാൻ, പുതിയ വേർഡ്സിനെ കുറിച്ചൊരു എക്സ്പോഷർ ഉണ്ടാവാനായിട്ട്, റീഡിംഗ് കോംപ്രിഹെൻഷന് സഹായിക്കാനായിട്ട്. പെട്ടെന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻ വായിച്ചതിന് ശേഷം 5 ചോദ്യങ്ങൾ ഉത്തരം എഴുതാനായിട്ട് ഒക്കെ റീഡിംഗ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് സഹായിക്കും എന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ചോദ്യമാണിത്. ആ ഒരു ഇംഗ്ലീഷ് നോളജ് ഉണ്ടെങ്കിൽ പോലും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാമെന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ സവിശേഷത. ഐഡന്റിഫൈ ദ സ്റ്റേജസ് വിച്ച് മേ ഫോം പാർട്ട് ഓഫ് എ റിസർച്ച് പ്രപ്പോസൽ ഔട്ട്ലൈൻ. ഓപ്ഷൻ: ഡേറ്റ ഫാബ്രിക്കേഷൻ, methodology, review of late literature or earlier studies, specifying objectives, stating problem. അപ്പം മിക്ക കാര്യങ്ങളും ഒരു റിസർച്ച് പ്രപ്പോസൽ ഔട്ട്ലൈനിന് വേണ്ട കാര്യങ്ങളാണെന്ന് നമുക്കറിയാം അല്ലേ? സ്പെസിഫൈയിങ് ഒബ്ജക്റ്റീവ്സ്, സ്റ്റേറ്റിംഗ് പ്രോബ്ലം, റിവ്യൂ ഓഫ് ലേറ്റഡ് ലിറ്ററേച്ചർ ഓൺ ഏർലിയർ സ്റ്റഡീസ്, മുമ്പ് എന്തൊക്കെ കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് ഗ്യാപ്പ് ഉള്ളത് റിസർച്ചിൽ, ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് നമ്മൾ ഫ്ലഷ് ആഡ് ചെയ്യാണ് വേണ്ടത്. മെത്തഡോളജി എന്താണ്, ഏത് രീതിയിലാണ് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പ്രോബ്ലം ആദ്യം സ്റ്റേറ്റ് ചെയ്തിരിക്കണം, സ്പെസിഫൈയിങ് ഒബ്ജക്റ്റീവ് എല്ലാം വേണം. ഡേറ്റ ഫാബ്രിക്കേഷൻ, നമ്മൾ വിചാരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്, അല്ല. ഡേറ്റ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായ പ്രവൃത്തിയാണ്. ഫാബ്രിക്കേറ്റ് ചെയ്യുക, ചമച്ചെടുക്കുക, ഉണ്ടാക്കുക. ദിസ് എന്താ പറയുക, ദിസ് എവിഡൻസ് ഈസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോടതിയിലൊക്കെ പറഞ്ഞേക്കാം ദിസ് എവിഡൻസ് ഈസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ്, ഇത് കെട്ടിച്ചമച്ചതാണെന്നുള്ള മീനിങ് ആണ് ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ. എന്താ കെട്ടിച്ചമയ്ക്കുക, ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വരുത്തുന്നതാണ് ഫാബ്രിക്കേഷൻ. അപ്പോൾ ഡേറ്റ ഫാബ്രിക്കേഷൻ എന്തായാലും ഇതിൽ വരില്ല. ഓപ്ഷൻ നോക്കിയേ, BCDE, എ ഉള്ളി ABCD ACDE. എ ഒരിക്കലും വരില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ 3 ഓപ്ഷനും നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഓപ്ഷൻ BCDE ആണ്. ഡേറ്റ ഫാബ്രിക്കേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക്, ഇസ് ദ ആക്ട് ഓഫ് ഡെലിബറേറ്റ്ലി ഇൻവെന്റിങ് ഓർ ക്രിയേറ്റിംഗ് റിസർച്ച് ഡേറ്റ ഓർ റിസൾട്ട്സ് ദാറ്റ് ഡു നോട്ട് എക്സിസ്റ്റ് ആൻഡ് പ്രസന്റിംഗ് ദം ആസ് ജെനുവിൻ. അങ്ങനെ ഒരു ഡേറ്റയേ ഇല്ല, പക്ഷെ അതിനെ ജെനുവിൻ ആയിട്ടാണ്
കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ ഫോം ഓഫ് സയൻറ്റിഫിക് മിസ്കണ്ടക്റ്റ് ആണ്. That involves making up findings like fictional experimental results, data points, or entire studies that never took place. അടുത്തതോ, find the number that can replace question mark in the series given below. നമ്പർ സീരീസ് ആണ്. ഇങ്ങനെ ഒരു 1-2 ചോദ്യങ്ങൾ കിട്ടിയാൽ നമുക്കൊരു 2 ചോദ്യം മാത്തമാറ്റിക്കലി ഇന്ന് റെഡിയാക്കാൻ പറ്റും, സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എന്താണ് ചോദ്യം? 3, 8, 15, 24, 35, 48. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം കണ്ടു നോക്കണം. വലിയ ചോദ്യങ്ങൾ, വലിയ സംഖ്യകളല്ല പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാതെ ക്യൂബിൻ്റെയോ സ്ക്വയറിൻ്റെയോ ഒന്നും പ്രോബ്ലം അല്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ 3, 8, 15, 24, 35, 48 ഒരുവിധം പ്രോബ്ലം ഒക്കെ ചെയ്യുന്നവർ ഇപ്പം തന്നെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയേ, 5, ഇതിൻ്റെ ഡിഫറൻസോ 7, ഇതിൻ്റെ ഡിഫറൻസോ 9, ഇതിൻ്റെ ഡിഫറൻസോ 11, ഇതിൻ്റെ ഡിഫറൻസോ 13. അപ്പോൾ അടുത്തതിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും? 15 ആയിരിക്കണം. അടുത്ത നമ്പർ എത്രയാണെന്ന ചോദ്യം. 14 + 15 എത്രയാ? 63. എന്നാൽ മാത്രമേ ഈ 2 നമ്പറിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് 15 ആവുള്ളൂ. അപ്പം 63 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഇങ്ങനത്തെ ചോദ്യം വരാം. ചിലപ്പം നമ്പർ സീരീസിൻ്റെ ഇടയിൽ ക്യൂബ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക 2² - 1, 3² - 1 എന്നും പറഞ്ഞ് ഓരോന്നിൻ്റെ ഇടയിൽ പോകുന്നത്. അങ്ങനെ ആവാം. കുറച്ച് ടഫായിട്ടുള്ളതും വരാം എന്നുള്ളതും. അപ്പോൾ ഒരുപാട് നമ്പർ സീരീസിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ, എന്നുള്ളതേ ഒരു പരിഹാരമുള്ളൂ, ഒരു എന്താ പറയുക ഒരു രീതിയുള്ളൂ. ആ രീതി പഠിച്ചാൽ മാത്രമേ നമുക്ക് ചില ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. നമ്പർ സീരീസ് ആണ്, വളരെ എളുപ്പമല്ലേ, അതിനെക്കുറിച്ചൊന്നും ട്രൈ ചെയ്യേണ്ടെന്നും പറഞ്ഞിരിക്കരുത്. ചിലപ്പോൾ കുറച്ച് ടഫായിട്ടുള്ളത് വരാം. അപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ സയൻറ്റിഫിക് റിസർച്ച്? സയൻറ്റിഫിക് റിസർച്ച്, സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് എന്താണ്? ഒരു എവിഡൻസ് ബേസ്ഡ് റിസർച്ച് ആണ് സയൻറ്റിഫിക് റിസർച്ച്. എക്സ്പെരിമെൻ്റൽ ആണ്. എക്സ്പെരിമെൻ്റ് ചെയ്ത് തെളിയിച്ചത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളത്, അല്ലാതെ ഊഹാപോഹങ്ങളുടെ രീതിയിലുള്ള റിസർച്ച് അല്ല സയൻറ്റിഫിക് റിസർച്ച്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട്, ആ നോട്ട് എന്നുള്ള പദം ശ്രദ്ധിക്കുക. നോട്ട് എ സ്റ്റെപ്പ് ഇൻ സയൻറ്റിഫിക് റിസർച്ച്. This is an ending aspect of science, with the process constantly being not repeated with decreasing refinement. Casual observation of event or phenomenon. Casual observation of event or phenomenon. Wonder or curiosity about how, why, what, etc. Hypothesis about relationship between two variables. Scientific research ഉൾപ്പെടാത്തത് ഇതിൽ ഏത് ഓപ്ഷനാണ്? ഹൈപ്പോത്തസിസ് ഉൾപ്പെടുവോ? ഉൾപ്പെടും. അബൌട്ട് റിലേഷൻസ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. ഹൈപ്പോത്തസിസ് സയൻറ്റിഫിക് റിസർച്ചിൽ മിക്കവാറും തന്നെ ഹൈപ്പോത്തസിസ് ഉണ്ടാവും. ഒരു റിസർച്ചിനൊരു ഒരു ഡയറക്ഷൻ കാണിക്കാനായിട്ടും വ്യതിചലിച്ച് പോവാതിരിക്കാനായിട്ടും ഹൈപ്പോത്തസിസ് മസ്റ്റാണ്. ഹൈപ്പോത്തസിസ് ഇല്ലാതെയും റിസർച്ച് കണ്ടക്ട് ചെയ്യാം. പക്ഷേ ഭൂരിഭാഗം സയൻറ്റിഫിക് റിസർച്ചിനും ഹൈപ്പോത്തസിസ് ഉണ്ടാവും. വണ്ടർ ഓർ ക്യൂരിയോസിറ്റി അബൌട്ട് ഹൗ, വൈ, വാട്ട്. ഒരു ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിരിക്കണം റിസർച്ച്. അല്ലാതെ എനിക്ക് ഈ പ്രബന്ധം ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ ഡോക്ടറേറ്റുമായിട്ട് പോയാൽ മതിയല്ലോ എന്നുള്ള മനോഭാവമല്ല. ക്യൂരിയോസിറ്റി ഡ്രൈവൺ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒക്കെ ഒരു പ്രിൻസിപ്പിൾ അതാണ്. ഹീ ഈസ് വെരി ക്യൂരിയസ് അബൌട്ട് സംതിങ്. ഹീ ഈസ് വെരി ക്യൂരിയസ്. ഹീ ഈസ് അബൌട്ട് വെരി വണ്ടർ അബൌട്ട് ദ തിങ് വിച്ച് ദേ ഐഡൻറ്റിഫൈഡ്. അല്ലേ? ഭയങ്കര ക്യൂരിയസ് ആണ്. ഇനി ഇത് ചെയ്താൽ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ നമ്മൾ സംയോജിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിരിക്കണം റിസർച്ച്. എങ്കിൽ മാത്രമേ നല്ല നല്ല നോളജ് നമുക്ക് കിട്ടുകയുള്ളൂ, പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് സാധിക്കുകയുള്ളൂ, അത് ലോകത്തിന് വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്യൂരിയോസിറ്റി ഡ്രിവൺ സയൻറ്റിഫിക് റിസർച്ച് എസ്പെഷ്യലി. കാഷ്വൽ ഒബ്സർവേഷൻ ഓഫ് ഇവന്റ് ഓർ ഫിനോമിനൻ. കാഷ്വൽ ഒബ്സർവേഷൻ ഓഫ് ഇവന്റ് ഓർ ഫിനോമിനൻ. കാഷ്വലായിട്ട് ഒബ്സർവ് ചെയ്യുക, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ആ പ്രതിഭാസം എന്നുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത്, ദിസ് ഈസ് ആൻ എൻഡിങ് ആസ്പെക്ട് ഓഫ് സയൻസ്. സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് എൻഡിങ് ആസ്പെക്ട് ഓഫ് സയൻസ് ആണ്.
with the process constantly being not repeated with decreasing refinement. ആണോ? എൻഡിങ് ആസ്പെക്ട് ഓഫ് സയൻസ് ആണോ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്? ആ പ്രോസസ്സ് നോട്ട് റിപ്പീറ്റഡ് ആണോ? റിപ്പീറ്റ് ചെയ്ത് നോക്കില്ലേ സയൻറ്റിഫിക് റിസർച്ച്? റിലയബിൾ ആണോ, കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യം? അല്ലാതെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുമോ? വിത്ത് ഡിക്രീസിങ് റിഫൈൻമെൻ്റ് ആണോ? ഓരോ തവണ ചെയ്യുമ്പോഴും അതിൻ്റെ വാല്യൂ കുറഞ്ഞ് മാറി വേരി ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല. അപ്പം നോട്ട് എ സ്റ്റെപ്പ് ഇൻ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് ഏതാണ്? ദിസ് ഇസ് ആൻ എൻഡിങ് ആസ്പെക്ട് ഓഫ് സയൻസ് വിത്ത് ദ പ്രോസസ് കോൺസ്റ്റന്റ്ലി ബീങ് നോട്ട് റിപ്പീറ്റഡ്. അല്ല, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും സയൻറ്റിഫിക് റിസർച്ച് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. Scientific research involves repetition to ensure reliability and validity by confirming results, minimizing random error and allowing for statistical analysis. Scientific method is an iterative process where repetition is used both within a single study to improve precision and thorough replication to check in finding can be generalized. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്തത് the scale which not only measures the intensity of earthquake but also its impact on people ആണ് ചോദ്യം. എന്താണ്? സ്കെയിൽ which not only measures the intensity of earthquake but also its impact on people. അപ്പം എർത്തുക്വാക്കിൻ്റെ മെഷർ ചെയ്യുന്ന സ്കെയിൽ ഏതാണെന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ചാടിക്കേറിയ ഒരു ഓപ്ഷൻ കുത്തും. അവർ കറക്റ്റായിട്ട് ഓപ്ഷൻ എയും തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ റിച്ചർ സ്കെയിൽ, ഓപ്ഷൻ ബി മോഡിഫൈഡ് മെർക്കാലി, ഓപ്ഷൻ 3 സീസ്മോഗ്രാം, ഓപ്ഷൻ 4 ഇൻറ്റൻസിറ്റി സ്കെയിൽ. അത് നമ്മൾ ചാടിക്കേറി എർത്തുക്വാക്ക് മെഷർ ചെയ്യുന്ന സ്കെയിൽ റിച്ചർ സ്കെയിൽ കുത്തും. തെറ്റും. ഓപ്ഷൻ എ അവർ തന്നിരിക്കുന്നത് എന്തിനാ? നമ്മളത് കുത്താനായിട്ടാ. പക്ഷേ ശരി ഉത്തരം എന്താ ചോദിച്ചിരിക്കുന്നത്? ഡാമേജ് മെഷർ ചെയ്യുന്ന സ്കെയിൽ അല്ല. എർത്തുക്വാക്കിന് ഡാമേജ് മെഷർ ചെയ്യുന്ന സ്കെയിൽ അല്ല, പക്ഷേ ഇറ്റ്സ് എന്താണ്? വിച്ച് നോട്ട് ഓൺലി മെഷേഴ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ എർത്തുക്വാക്ക് ബട്ട് ഓൾസോ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾ. എത്രമാത്രം ഇമ്പാക്റ്റ് പീപ്പിൾ, എത്രമാത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചു, എൻവിയോൺമെൻറ്റ് എത്രമാത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണ് പീപ്പിളിന് എത്രമാത്രം നാശനഷ്ടങ്ങൾ സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്കെയിൽ ഏതാണ്? മോഡിഫൈഡ് മെർക്കാലി സ്കെയിലാണ്. റിച്ചർ സ്കെയിൽ എന്താ മെഷർ ചെയ്യുന്നത്? എന്താണ് മെഷർ ചെയ്യുന്നത്? ആ എർത്തുക്വാക്കിൻ്റെ ഇൻറ്റൻസിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ദ എർത്തുക്വാക്ക്, അല്ലെങ്കിൽ എത്രമാത്രം എന്താ പറയുക ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സീസ്മിക് വേവ് ബൈ സീസ്മോഗ്രാഫ്. അതിൽ എത്രമാത്രം ആംപ്ലിറ്റ്യൂഡ് കാണിച്ചു, സീസ്മിക് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നാണ് റിച്ചർ സ്കെയിൽ മെഷർ ചെയ്യുന്നത്. പക്ഷേ മോഡിഫൈഡ് മെർക്കാലി സ്കെയിൽ, ഇതിനെ ഇൻറ്റൻസിറ്റി സ്കെയിൽ എന്നും പറയും. ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്, അപ്പം ഇൻറ്റൻസിറ്റി സ്കെയിൽ ഓപ്ഷനുണ്ട്, പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കറക്റ്റായിട്ട് പറയുന്നത് മോഡിഫൈഡ് മെർക്കാലി സ്കെയിലാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ദ എർത്തുക്വാക്ക് മെഷർ ചെയ്യുന്നത് നോട്ട് ഓൺലി മെഷേഴ്സ് ദ ഇൻറ്റൻസിറ്റി ബട്ട് ഓൾസോ ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾ. ഇമ്പാക്റ്റ് ഓൺ പീപ്പിളിനെ മാത്രമല്ല ഇമ്പാക്റ്റ് ഓൺ എൻവിയോൺമെൻറ്റും എല്ലാം ഈ മോഡിഫൈഡ് മെർക്കാലി സ്കെയിൽ മെഷർ ചെയ്യും. അപ്പോൾ റിച്ചർ സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാച്ചുറൽ കലാമിറ്റിയിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് എർത്തുക്വാക്ക്. എർത്തുക്വാക്ക് ഇന്ത്യയിൽ ഒരുപാട് സംഭവിക്കുന്നതായതുകൊണ്ട് എർത്തുക്വാക്ക് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ കലാമിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൈക്ലോൺ, നമുക്കറിയാം ഈ അടുത്തും ഒരു സൈക്ലോൺ വീശി. ബേ ഓഫ് ബംഗാളിൽ നിന്നാണ് കൂടുതലും സൈക്ലോൺസ് വീശുന്നത്. വെസ്റ്റ് ബംഗാൾ, ഒറീസ അവിടങ്ങളിലൊക്കെയാണ് കൂടുതൽ സൈക്ലോൺസ് വീശുന്നത്. അപ്പം സൈക്ലോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ കലാമിറ്റിയാണ് സൈക്ലോൺ. അപ്പം ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അത് മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ, എർത്തുക്വാക്ക് മെഷർ ചെയ്യുന്ന റിച്ചർ സ്കെയിലിൽ, മോഡിഫൈഡ് മെർക്കാലി സ്കെയിലിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ എഫക്റ്റും ഒക്കെ മെഷർ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കണം. സോ ഇത്രയാണ് ഈ ക്ലാസ്സിൽ. ബാക്കി അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.